ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടുവാനും ഇന്ന് രാത്രി കാലത്തും കർത്താവിന്റെ ഭാഗത്തും ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാനും അനുഭവിച്ച ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കും. നമുക്ക് തുറന്നും ദൈവസന്നിധിയിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം എന്നുള്ളത് ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നാം വളരണം എന്നുള്ളതാണ്. ആ തികവിലേക്ക് വരുവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പൗലോസിന്റെ പ്രാർത്ഥനയിൽ നിന്ന് ചില പാഠങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രികാലം ആ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നമുക്ക് 1-ാം അധ്യായത്തിന്റെ അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പ്രാരംഭമായിട്ട് വായിക്കുന്നു. 1-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പ് വായിക്കുന്നോ? അതെ അതെ. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത കർത്താവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. മതി. ഈ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രിസ്തുവിന്റെ തികവിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ കണ്ടു ദൈവപ്രസാദത്തിന്റെ പൂർണ്ണതയിലേക്ക് തികവിലേക്ക് നാം വളരണം. പിന്നീട് കണ്ടു ദൈവത്തിന്റെ ഹിതത്തിന്റെ ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിന്റെ മികവിലേക്ക് നമ്മൾ തികഞ്ഞു വരണം. മാത്രമല്ല സകല സൽപ്രവൃത്തികളുടെ തികവിലേക്ക് നമ്മൾ വളരണം. അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവിലേക്ക് നമ്മൾ വളരണം. പിന്നീട് നമ്മൾ കണ്ടതാണ് ദൈവശക്തിയുടെ തികവിലേക്ക് നമ്മൾ വളരണം. ദൈവശക്തി ഉപയോഗിച്ച് നമ്മൾ വളരണം. ദൈവശക്തിയാൽ നിറയപ്പെട്ട് നമ്മൾ വളരണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, എന്തിനാണ് ദൈവശക്തിയാൽ നാം നിറയപ്പെടേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സകല സഹിഷ്ണുതയ്ക്കായിട്ടും ദീർഘക്ഷമയ്ക്കായിട്ടും ദൈവത്തിന്റെ ശക്തിയുടെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണമായിട്ട് നമ്മൾ ബലപ്പെടണം. അപ്പോൾ ദൈവശക്തിയുടെ ബലം. ഇവിടെ പൗലോസ് 2 വാക്കുകളാണ് ദൈവശക്തിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ 2 വാക്കുകളാണ്. ഒന്ന് ശക്തി, 2 ബലം. ഇവിടെ ശക്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഡുനാമിസ് എന്ന വാക്കാണ്. ഈ ഡുനാമിസിൽ നിന്നാണ് 2 ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ഡൈനോമായും മറ്റൊന്ന് ഡൈനാമിറ്റും. ഡൈനാമ എന്ന് പറയുന്നത് നമുക്കറിയാം പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള സഹായിക്കുന്ന ശക്തിയാണ്. മറ്റു ഡൈനാമിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം തകർക്കുന്ന ശക്തിയാണ്. ഈ ഡുനാമിസ് എന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം ഉള്ളിലുള്ള ശക്തി എന്നാണ്. ഇൻഹറന്റ് പവർ, ഉള്ളിലുള്ള ശക്തിയാൽ നാം ബലപ്പെടണം എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ശക്തി പ്രാപിച്ച് ബലപ്പെടണം. പിന്നെ ബലം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കർട്ടോസ് എന്ന വാക്കാണ്. ഈ കർട്ടോസ് എന്ന വാക്കിന്റെ അർത്ഥം വെളിപ്പെടുന്ന ശക്തി, പ്രവൃത്തിയിലുള്ള ശക്തി. ജീവിതത്തിൽ വെളിപ്പെടുന്ന ശക്തി ഉണ്ടാകണം, ഉള്ളിൽ ശക്തി ഉണ്ടാകണം. നമുക്കറിയാം പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 3-ാം അധ്യായത്തിലെ പ്രാർത്ഥന നമുക്കറിയാവുന്നതാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അകത്തെ മനുഷ്യരിലുള്ളതായ ആത്മീയ മനുഷ്യരുള്ള ബലം, അതാണ് ഡുനാമിസ്. അങ്ങനെ നമുക്ക് ബലപ്പെടുമ്പോൾ നമ്മൾക്ക് ആ ശക്തിയിലൂടെ സഹിഷ്ണുതയും ദീർഘക്ഷമയും ഉണ്ടാകും. നമ്മുടെ സ്വയത്തിൽ അതുണ്ടാകുന്നതല്ല. അതാണ് രണ്ട് കാര്യങ്ങൾ. മാത്രമല്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ തകർക്കാൻ സാധിക്കും. ഡൈനാമിറ്റ് ഉപയോഗിച്ച് നമ്മൾ അറിയാമല്ലോ കാര്യങ്ങൾ തകർക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികളെ തകർക്കുവാനും ആത്മീയമായിട്ട് പണിയപ്പെടുവാനും നമുക്ക് ഇടയാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അത് വെളിപ്പെടുകയാണ്. ആ ശക്തി നമ്മളിലൂടെ വ്യാപരിക്കുകയാണ്. നിങ്ങളിൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പമെന്ന് പൗലോസ് എഫേസോസുകാരോട് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കണം. നമ്മളെ എനർജൈസ് ചെയ്യുക. വ്യാപരിക്കുക എന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം നമ്മെ ശക്തിപ്പെടുത്തുക, നമ്മെ എനർജൈസ് ചെയ്യുക, നമ്മെ ഊർജപ്പെടുത്തുക, നമ്മെ പ്രവർത്തിക്കാനായിട്ടും നമ്മുടെ ജീവിതത്തിലൂടെ ആ ശക്തി വെളിപ്പെടുകയാണ്.
അങ്ങനെ ശക്തിപ്പെടാൻ വേണ്ടി, അങ്ങനെ ആ ശക്തിയുടെ തികവിലാണ് നമുക്ക് ഈ ദൈവിക ശക്തിയുടെ കർത്താവിന്റെ സ്വഭാവത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കുന്നത്. ഈ ശക്തിയാൽ നാം ബലപ്പെടണം എന്നാണ്. അതിനുവേണ്ടി പൗലോസ് ഇവിടെ ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്, പ്രാർത്ഥിക്കണം. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ എന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തണം. ആ വിശ്വസിക്കുന്ന വ്യാർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം എനിക്കും അറിയാൻ കഴിയണം. ക്രിസ്തുയേശുവിൽ വ്യാപരിച്ച് യേശുക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തിയ ആ ശക്തി, അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചു കിടന്ന് നമ്മളെ ക്രിസ്തുവിനോടുകൂടി ഉയർത്തിതേൽപ്പിച്ച ശക്തി, കർത്താവെ, ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എനിക്കൊന്ന് കാണാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ ആ ശക്തിയാൽ നമുക്ക് ബലപ്പെടാൻ കഴിയും. നമ്മൾ കണ്ടു, ഈ ശക്തി ആത്മീയ വളർച്ചയിലേക്കും പക്വതയിലേക്കും നമ്മെ വളരുന്ന ശക്തിയാണ്. നാം ദൈവശക്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുമ്പോൾ, ദൈവ പ്രവർത്തിക്കായിട്ട് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവം ആ ശക്തി നമുക്ക് വെളിപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നതാണ്. ദൈവവചനത്തിൽ ദൈവശക്തി വ്യാപരിക്കും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? അനേക സന്ദർഭങ്ങളിൽ ദൈവശക്തിയുടെ വ്യാപാരം കാണാൻ സാധിക്കും. ചെങ്കടൽ വിഭജനം ഒക്കെ ചെയ്തപ്പോൾ ആ ശക്തി നമ്മൾ കാണുന്നുണ്ട്. ചെങ്കടൽ വിഭാഗിച്ച് ഇസ്രായേൽ ജനത്തെ അക്കരെ എത്തിച്ചപ്പോൾ ആ ശക്തിയുടെ വ്യാപാരം നമ്മൾ കണ്ടതാ. അതുപോലെ ദാവീദ് ശത്രുക്കളെ തോൽപ്പിച്ചപ്പോഴും പൗലോസ് മരിച്ചവരെ ഉയർപ്പിക്കുമ്പോഴും ഒക്കെയും ആ ശക്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ പൗലോസ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നമുക്ക് സഹിഷ്ണുത ഉണ്ടാക്കത്തക്ക നിലയിൽ, ദീർഘക്ഷമ ഉണ്ടാകത്ത നിലയിൽ ആ ശക്തി വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള വിജയമാണ്. പുറമേ ഉള്ള വിജയം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉള്ളിലുള്ള, ജഡത്തിന്റെ മേലുള്ള, സ്വയത്തിന്റെ മേലുള്ള വിജയം. ആ ശക്തിക്ക് അതിന് ഈ ശക്തി ആവശ്യമാണ്. അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ്, നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കുമ്പോൾ ആ ദൈവശക്തി ദാവീദിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ പ്രധാനപ്പെട്ട വിജയമായിരുന്നു നമ്മുടെ 2 ശമൂവേൽ 16:5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദാവീദിനെ ശിമെയി എന്ന് പറയുന്നയാള്, ബെന്യാമീനായ ശിമെയി എന്ന് പറയുന്നയാള് ദൂഷിക്കുന്നുണ്ട്. പക്ഷെ ദാവീദ് ഒന്നും പ്രതികാരം ചെയ്യുന്നില്ല. അവനെ കൊല്ലാൻ ഒരുങ്ങിയവരോട് പറഞ്ഞു, അവനെ ഉപദ്രവിക്കരുത്, അവൻ എന്നെ ശപിക്കട്ടെ, അവനോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ശാപം വരുന്ന സമയത്തും സഹിഷ്ണുതയോടെ നിൽക്കുവാൻ സഹായിക്കുന്നതാണ് ഈ ശക്തി എന്നുള്ളത്. എന്താണ് ഈ ശക്തി വ്യാപരിക്കുമ്പോൾ ഉണ്ടാകുന്നത്? വെറുതെ അനങ്ങാതിരിക്കുകയാണോ? ദൈവം എല്ലാം പ്രവർത്തിച്ചോളും എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല. ഇവിടെ ഈ ശക്തി വ്യാപരിക്കുമ്പോൾ ഒരു പടക്കളത്തിലെ പടയാളിയെ പോലെ നമുക്ക് യുദ്ധം ചെയ്ത് മുന്നേറുവാൻ സാധിക്കാം. പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതികൂലമായ വ്യക്തികളെയും നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പടയാളി പടക്കളത്തിൽ ശക്തിപ്പെട്ട് അവൻ ബലപ്പെട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവൻ മുന്നേറുകയാണ്. ഇതുപോലെ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്ന ശക്തി മാത്രമല്ല, ഒരു ഓട്ടക്കാരൻ പ്രതികൂലങ്ങളെ, അല്ലെ, ഹഡിൽസിനെ ഒക്കെ ചാടി കൂടും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹഡിൽസിനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന, പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നിലെത്തുന്ന ഒരോട്ടം, അല്ലെ? പൗലോസ് ഇതിനെക്കുറിച്ച് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓട്ടം ശ്രദ്ധയോടെ ഓടുക. അതിന് ഈ ശക്തി ആവശ്യമാണ്. കഷ്ടതയുടെ മധ്യത്തിൽ സ്ഥിരതയോടെ നിന്ന് മുന്നോട്ട് പോവുക. സ്പർജൻ, പ്രസംഗങ്ങളുടെ പ്രഭുവായ സ്പർജൻ ഉദാഹരണം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: ബൈ പെർസീവറൻസ് ദ സ്നെയിൽ റീച്ച് ദി ആർക്ക്. സ്ഥിരോത്സാഹം കൊണ്ട്, പെർസീവറൻസ്, സ്ഥിരത കൊണ്ട്, സഹിഷ്ണുത കൊണ്ട് എന്ത് ചെയ്തു? സ്നെയിൽ നമുക്കറിയാം, ഒച്ച എഴയുന്ന വേഗത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എവിടെ എത്തി? ആ പെട്ടകത്തിൽ, നോഹയുടെ പെട്ടകത്തിൽ എത്തിയതായിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാണ്ടേ, ബൈ പെർസീവറൻസ്, സ്ഥിരതയോടെ നിന്ന് നമുക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മോശയുടെ സഹിഷ്ണുതയും ദീർഘക്ഷമയും. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരിൽ ഇതുണ്ടാകണം എന്ന് പറയുന്നു, നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിന്റെ യഥാർത്ഥ ശുശ്രൂഷകന്മാരുടെ യോഗ്യതയായിട്ട് നമ്മൾ 2 കൊരിന്ത്യർ 4:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ശുശ്രൂഷകന്മാരുടെ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കാൻ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് അവിടെ പൗലോസ് കിടത്തുന്നു. അതിൽ ആദ്യമായിട്ട് പറയുന്നത് സഹിഷ്ണുത എന്നാണ്.
സകല സഹിഷ്ണുത, അല്ലെങ്കിൽ പൂർണ്ണ സഹിഷ്ണുത, അതുപോലെ ദീർഘക്ഷമ, ഇവയെ ഇരുത്തും വലുത്തും ആയുധമാക്കി വെച്ച് മുന്നേറുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയ നിയമത്തിൽ നമുക്കറിയാം ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവിന്റെ സഹിഷ്ണുത, അവിടുത്തെ ദീർഘക്ഷമ, അവിടുത്തെ ദയ, നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. 1, സഹിഷ്ണുതയ്ക്കായിട്ട് നാം ബലപ്പെടണം. 2, ദീർഘക്ഷമയ്ക്കായിട്ട് നമ്മൾ ബലപ്പെടണം. ആളുകൾ നമുക്കെതിരാകുമ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും മുന്നോട്ട് പോവുക, അതിന് നമ്മൾ ബലപ്പെടണം. മൂന്നാമത്, ഇവിടെ നമ്മൾ ഈ നമ്മുടെ ഈ മലയാളം ബൈബിളിൽ ഒരു സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് നമ്മൾ പറയുന്നു, അല്ലേ? എന്നാൽ ഈ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിച്ചാൽ അവിടെ ഈ സഹിഷ്ണുതയോടും ദീർഘക്ഷമയോടും കൂടെ ചേർത്താണ് സന്തോഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആളുകൾ നമുക്ക് പ്രതികൂലമാകുമ്പോഴും സാഹചര്യങ്ങൾ എതിരാകുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ സഹിഷ്ണുതയുള്ളവരാകണം. അപ്പോൾ സന്തോഷിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ശക്തി, സന്തോഷത്തോടെ ദീർഘക്ഷമ കാണിക്കുക, സന്തോഷത്തോടെ സഹിഷ്ണുത കാണിക്കുക. നമുക്കറിയാം ഇവിടെ ജോയ് എന്നുള്ള വാക്കാണ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട് സന്തോഷത്തിന്, ഹാപ്പി അല്ലെ, ഹാപ്പിനെസ്, അതുപോലെ ജോയ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സന്തോഷം. ഹാപ്പിനെസ് സാറിന് പറയേണ്ട ഹാപ്പിനെസ് ഈസ് ബേസ്ഡ് ഓൺ ഹാപ്പനിങ്സ്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്, ഓരോ സംഭവങ്ങൾക്കനുസരിച്ചാണ് ഹാപ്പിനെസ് അഥവാ സന്തോഷം ഇരിക്കുന്നത്. എന്നാൽ ജോയ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായാലും സാഹചര്യങ്ങളിൽ നിന്ന് എതിരായിട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആയിക്കൊള്ളട്ടെ, അവിടെ സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുക, അതിന് നമ്മൾ ബലപ്പെടണം. ക്രിസ്തീയ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, അല്ലേ? ക്രിസ്തീയ ജീവിതം സന്തോഷകരമായൊരു ജീവിതമാണ്. പൗലോസ് സന്തോഷത്തോടെ സന്തോഷത്തെക്കുറിച്ച് എഴുതിയ ലേഖനം നമുക്കറിയാം, ഫിലിപ്പി ലേഖനമാണ്. സന്തോഷിപ്പിൻ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും അത് എഴുതുന്ന സമയത്ത് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോടുകൂടെ സന്തോഷിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനാണ് ഈ പ്രശ്നം നിറഞ്ഞ സാഹചര്യത്തിലും പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിലും വ്യക്തികളോടുള്ള ബന്ധത്തിലും നമ്മളെ സന്തോഷിക്കുവാൻ ശക്തീകരിക്കുന്നത്. ആത്മാവിന്റെ ശക്തിയാണ്, അല്ലെ? ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ ഗലാത്യർ 5:22-23 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. അപ്പൊ ആത്മാവിലുള്ള സന്തോഷമാണ് ദൈവശക്തിയാൽ നമുക്ക് ലഭിക്കുന്നത്. സാഹചര്യങ്ങൾ അനുസരിച്ചല്ല, അല്ലെ? പ്രതികൂലങ്ങളുടെ മധ്യത്തിലും സന്തോഷിക്കാൻ കഴിയുക. പൗലോസും ശീലാസും ആ കാരാഗ്രഹത്തിൽ നിന്ന് പാടി സ്തുതിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥമായി ദൈവരാജ്യത്തിന്റെ വളർച്ചയിൽ നമ്മൾ കാണുന്നത്. നമ്മള് റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയിൽ, നമ്മുടെ ആത്മീയ പുരോഗതിയിൽ നാം വളരുമ്പോൾ നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും അനുകൂലമായ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, ആത്മീയമായിട്ട് നാം വളരുമ്പോൾ, ക്രിസ്തുവിന്റെ തികവിലേക്ക്, ക്രിസ്തുവിന്റെ ആ പൂർണ്ണതയിലേക്ക് നാം വളരുമ്പോൾ നമുക്ക് ദൈവശക്തിയാൽ, ദൈവാത്മാവിന്റെ സഹായത്താൽ ഏത് സമയത്ത് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസി പ്രതികൂല സാഹചര്യങ്ങൾ നിരാശപ്പെട്ട് തളർന്നിരിക്കുമ്പോൾ അവിടെ സാത്താൻ പറയാ, കണ്ടോ, ഇവന് സന്തോഷിക്കാവുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ട്, ഇവന് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നുണ്ട്, ഇവന് വേണ്ടി സ്വർഗത്തിൽ ഭവനം ഒരുക്കുന്നുണ്ട്, ഇവനെ സഹായിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായമുണ്ട്, എന്നിട്ടും ഇവൻ ദുഃഖിച്ചിരിക്കുകയാണല്ലോ, നിരാശപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവിടെ ദൈവത്തിന് എത്ര ദുഃഖമുണ്ടാവും, നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അവിടുത്തെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനുത്തവണ നാം ശക്തിപ്പെടണം. എന്തിനാണ്? സന്തോഷിക്കുവാനായിട്ട്. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമതായിട്ട് നാം ശക്തിപ്പെടേണ്ടത് സ്തോത്രം ചെയ്യുവാനായിട്ട് നാം ശക്തിപ്പെടണം. സ്തോത്രം ചെയ്യുവാൻ ശക്തിയോടെ, ദൈവശക്തിയാൽ ബലപ്പെട്ട് നാം സ്തോത്രം ചെയ്യണം. ഇവിടെ എങ്ങനെയാണ് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവശക്തിയുടെ നാലാമത്തെ തെളിവാണ് സ്തോത്രം ചെയ്യുക, നന്ദിയുള്ളവരായിരിക്കുക, അല്ലെ? ആത്മനിറവിന്റെ ഒരു ഫലമാണ്. ആത്മനിറവിലാണ് ഈ ദൈവശക്തി നമ്മൾ വായിക്കുന്നത്. നമ്മൾ എഫേസ്യർ 5:18-23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ്
നിറയുമ്പോൾ ക്രിസ്തു മൂലം എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നവരുമാകുന്നു. അവിടെ ആത്മനിറവിലേക്ക് സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും, അതുപോലെ തന്നെ എല്ലാത്തിനും പിതാവായ ദൈവത്തിന് പുത്രൻ മുഖാന്തരം സ്തോത്രം ചെയ്യുക. ആത്മനിറവിൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ഉണ്ടാകുകയാണ്. നമുക്കറിയാം, ഇവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കും. പൗലോസിന് ഒന്നും പരിതപിക്കാനില്ല, ഒന്നും പരാതി. അയ്യോ, ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചല്ലോ, കർത്താവിന് വേണ്ടി ഇത്രയും ജീവിച്ചല്ലോ, എനിക്കിപ്പോ ഈ ജയിലാണല്ലോ കിട്ടിയതെന്നൊന്നും പരിതപിക്കുന്നില്ല. നമുക്കറിയാം, ഇവിടെ തന്നെ പൗലോസിന്റെ 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എന്താ ചെയ്യുന്നത്? സ്തോത്രം ചെയ്യാൻ. ദൈവശക്തി തന്നിൽ വ്യാപരിച്ചപ്പോൾ തനിക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നു. എന്താ കാരണം? നമുക്ക് യഥാർത്ഥമായിട്ട് സ്തോത്രം ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ അതിന് കാരണമായ കാര്യങ്ങളെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ പൗലോസ് 1-ാം അധ്യായത്തിൽ ഈ വിശ്വാസികൾക്ക് ലഭിച്ച പ്രത്യാശയെക്കുറിച്ചും ഈ വിശ്വാസികളുടെ വിശ്വാസത്തെക്കുറിച്ചും അവർക്ക് കർത്താവിനോട് സഹവിശ്വാസികളുടെ സ്നേഹത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ പൗലോസ് പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുന്നതല്ല, എനിക്ക് സ്തോത്രം ചെയ്തേ മതിയാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ടൊരു വളർച്ച ഉണ്ടാകുമ്പോൾ, ക്രിസ്തുവിന്റെ ആ പൂർണ്ണതയിലേക്ക് വളരുമ്പോൾ എന്താ കർത്താവിന്റെ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തോത്രം ഏത് സാഹചര്യത്തിലും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നവരാകണം, അല്ലെ? നമ്മള് പൗലോസ് പറയുന്നുണ്ടല്ലേ, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. അപ്പൊ എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ദൈവശക്തി. ദൈവശക്തിയിൽ ബലപ്പെട്ട് കഴിയുമ്പോൾ ആരോട് സ്തോത്രം ചെയ്യാൻ പറയണ്ട, അല്ലെ? നമ്മുടെ സഭകളിലൊന്നും ആരോട് സ്തോത്രം ചെയ്യാൻ സാധാരണ പറയാറില്ല. പല സഭകളിലെ ആളുകളെ കൊണ്ട് പറഞ്ഞു ഏൽപ്പിക്കും നമ്മൾ കാണാം. എന്നാൽ പറഞ്ഞു ഏൽപ്പിക്കുകയോ ചെയ്യാതിരിക്കുകയോ എന്തോന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ സ്തോത്രം ചെയ്യണം, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സ്തോത്രം ചെയ്യണം. കാരണം അതിലെ ബലം എന്ന സ്തോത്രയാകെ ഇടപെടാതെ അർപ്പിക്കണം. അത് ആരും പറഞ്ഞിട്ടാകരുത്. നമ്മൾ വളരെ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ആരും പറയേണ്ട വരത്തില്ല സ്തോത്രം ചെയ്യാൻ. ആ ശക്തിയാൽ നാം ബലപ്പെട്ട് സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. മാത്രമല്ല, ഈ 4 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊലോസ്യ ലേഖനം നമ്മൾ പഠിച്ച 4 അധ്യായത്തിൽ, 1-ാം അധ്യായത്തിൽ ഇവിടെ പൗലോസ് സ്തോത്രം ചെയ്ത് 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുകയാണ്, എന്താ? നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രരായിട്ട് ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ എവിടെ കിടന്നതാണ്, ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു, ഇതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്നതാ. നമ്മൾ അതിനെക്കുറിച്ച് ആ ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്ന് നമ്മൾ ഇന്നിപ്പോ എവിടെയാ? തന്റെ പ്രിയപുത്രന്റെ, തന്റെ സ്നേഹ സ്വരൂപന്റെ രാജ്യത്തിലായിരിക്കുക. ഇത് ഓർക്കുമ്പോൾ എങ്ങനെയാ ഒന്ന് സ്തോത്രം ചെയ്യാതിരിക്കുക? അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു കഴിയുമ്പോൾ, ദൈവാത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. പൗലോസ് പറയാണ്, നിങ്ങൾ മുമ്പേ ആയിരുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുകയും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുകയെ. ഇതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ സ്തോത്രം ചെയ്യണം. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ 2-ന്റെ 6-ഉം 7-ഉം നമുക്കറിയാവുന്ന വാക്യമായതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ആകയാൽ നമ്മൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നവനൊത്തവണ്ണം വിശ്വാസം ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. അപ്പൊ അവിടെ ആരംഭിക്കുന്നത് എവിടെയാ? കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. പൗലോസിന്റെ ഒരു പ്രത്യേകമായ പ്രയോഗമാണ് ഈ ക്രിസ്തുയേശു, അല്ലെ? മറ്റുള്ള അപ്പോസ്തലന്മാരെല്ലാം എന്താ പറയുന്നത്? യേശു ക്രിസ്തു. പത്രോസിന്റെ ലേഖനം നമ്മൾ വായിച്ചാൽ യേശു ക്രിസ്തു, യോഹന്നാന്റെ ലേഖനവും സുവിശേഷമൊക്കെ വായിച്ചാൽ അവിടെ യേശു ക്രിസ്തു എന്നാ. എന്നാൽ പൗലോസ് മാത്രം പറയുന്നൊരു, ഞാൻ പറഞ്ഞു വന്ന് കൂടുതൽ പറഞ്ഞുള്ളൂ, നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ ആവശ്യമാണ്. പൗലോസ് മാത്രം പ്രയോഗിക്കുന്ന ഒരു ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസി എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ഇവിടെ പറയുന്നത് എന്താ? കർത്താവായ ക്രിസ്തു യേശുവിനെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. മറ്റുള്ള അപ്പോസ്തലന്മാരെല്ലാം, പൗലോസ് ഒഴിയുള്ള മറ്റു അപ്പോസ്തലന്മാരെല്ലാം ആദ്യം കണ്ടത് യേശുവിനെയാണ്. അവർ 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം നടന്നു, യേശുവിന്റെ കൂടെ പ്രവർത്തിച്ചു, യേശുവിനോട് കൂടെ ജീവിച്ചു.
പിന്നെ എന്നാ സംഭവിച്ചു? മരിച്ചുയർത്തുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? യേശുവാണ് ക്രിസ്തു. അതുകൊണ്ട് അവര് പറഞ്ഞു യേശു ക്രിസ്തു, യേശുവാണ് അഭിഷക്തൻ, യേശുവാണ് ക്രിസ്തു. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? യേശു അല്ല ക്രിസ്തു, ക്രിസ്തു വരാൻ പോകുന്നേ ഉള്ളൂ, ക്രിസ്തു ഇതൊന്നും അല്ല. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വരാനിരുന്ന ക്രിസ്തുവിനെ അവൻ കണ്ടു, പൗലോസ് കണ്ടു. അവിടുത്തെ കണ്ടപ്പം പൗലോസിനൊരു കാര്യം മനസ്സിലായി, ഈ ക്രിസ്തു മറ്റിനി ആരെയും കാത്തിരിക്കേണ്ട, ഇനി ആർക്കു വേണ്ടിയും നോക്കിയിരിക്കേണ്ട കാര്യമില്ല, ഈ ക്രിസ്തു ആണ് യേശു. അതുകൊണ്ടാണ് പൗലോസ് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ. അപ്പൊ ഇവിടെയും ഇത് ആരംഭിക്കുന്നത് അങ്ങനെയാണ്, കർത്താവായ ക്രിസ്തു യേശു. പൗലോസിന് മനസ്സിലായി അവിടുന്ന് കർത്താവാണ്, അവിടുന്ന് അധികാരിയാണ്, അവിടുന്ന് വലിയവനാണ്. ആ കാര്യം മനസ്സിലായി. അങ്ങനെ മനസ്സിലായ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടു. അതാണ് ഒന്നാമത്തെ കാര്യം പൗലോസിനെ. അപ്പൊ സ്തോത്രം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് സ്തോത്രം ചെയ്യാൻ നമ്മളേക്ക് യോഗ്യത കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് പ്രേരണയുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നത് അല്ലേ? അതാണ്, ആ സ്തോത്രമാണ് സ്വീകരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ പറ്റുന്നു. അങ്ങനെ ദൈവമക്കളാണ് സ്തോത്രം ചെയ്യേണ്ടത്, ദൈവമക്കളാണ് ദൈവത്തോട് നന്ദി പറയേണ്ടത്. അല്ലാതെ ദൈവം സ്തോത്രം എന്നും അല്ലെ സഭക്കാരൊക്കെ പാടുന്നുണ്ട്, സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അതായിരം ആയിരമായി എന്നൊക്കെ പറയുന്നത് പറയാവുന്നതേ ഉള്ളൂ. ഞാൻ കുറ്റം പറയുമല്ല, അങ്ങനെ പറയാവുന്നേ ഉള്ളൂ. സ്തോത്രം സ്വീകരിക്കുന്നത് ദൈവമക്കളുടെ സ്തോത്രമാണ്. അപ്പൊ ഒന്നാമത് കർത്താവിനെ കൈക്കൊള്ളുക, രണ്ടാമത് അവന്റെ കൂട്ടായ്മ നടക്കുക. അവനോട് ചേർന്ന് നടക്കുമ്പോൾ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. നമുക്ക് സ്തോത്രം ചെയ്തേ മതിയാകത്തുള്ളൂ. അങ്ങനെ സ്തോത്രം ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദിയുടെ കർത്താവിനോട് കൂട്ടായ്മ നടക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുന്നതല്ല. സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ? ആ കൂട്ടായ്മ നടക്കുമ്പോൾ കർത്താവ് എത്ര നല്ലവനാണ്, എത്ര മതിയായവനാണ്, എത്ര സ്നേഹമാണ്. ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുന്നതല്ല. പിന്നെയോ അവിടുത്തെ കൂട്ടായ്മ നടന്ന് അവനിൽ വേര് ഊന്നി കഴിയുമ്പോൾ, കർത്താവിലേക്ക് ആഴമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ വേര് പോയി കഴിയുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുന്നതല്ല. വേര് ആത്മീയവർദ്ധന പ്രാപിക്കുമ്പോൾ, ആത്മീയവർദ്ധന കൂടുതലായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ആത്മീയമായിട്ട് നാം വളരുമ്പോൾ, ആത്മീയമായിട്ട് നാം പണിയപ്പെടുമ്പോൾ നമ്മൾ സ്തോത്രം ചെയ്യും. ആത്മീയമായിട്ട് പണിയപ്പെടുന്ന ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ് അവൻ സ്തോത്രം ചെയ്യേണ്ടതിന് മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ചർച്ച ചെയ്യേണ്ട പോലെ അല്ലെ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. സ്തോത്രം ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം അവൻ സ്തോത്രം ചെയ്യും. മാത്രമല്ല അവൻ എന്ത് ചെയ്യും? ആത്മീയവർദ്ധന പ്രാപിച്ചും ഉപദേശത്തിനൊത്തവണ്ണം ദൈവവചനം പഠിക്കും, ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഉപദേശത്വം വിശ്വാസം ഉറയ്ക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്തോത്രത്തിൽ കവിയും. സ്തോത്രത്തിൽ കവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്തോത്രം അവന്റെ ഉള്ളിൽ, നമുക്കറിയാം ഒരു ഗ്ലാസിൽ വെള്ളം എപ്പോഴാ കവിയുന്നത്? നിറഞ്ഞ് അതിൽ നിൽക്കാൻ ഒട്ടും ഇടയില്ലാതെ വരുമ്പോൾ അത് വെള്ളം ഒഴുകും താഴോട്ട്, അല്ലെങ്കിൽ തൂങ്ങിപ്പോവും. ഇതുപോലെ ഹൃദയം ദൈവത്തോടുള്ള ഇത്രയും കാര്യങ്ങൾ കർത്താവെ എനിക്ക് ചെയ്തു തന്നല്ലോ. ഈ ക്രിസ്തു കർത്താവിലുള്ള വിശ്വാസത്തിന് മഹത്വം മനസ്സിലാക്കുമ്പോൾ, കർത്താവിലുള്ള ആ വിശ്വാസം ഉറച്ചു കഴിയുമ്പോൾ സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് വരുവാൻ ഇടയായിത്തീരും. മാത്രമല്ല 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെ കാര്യങ്ങൾ നമുക്കറിയാം. 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് എന്താ? അവിടെ ഒരു പ്രയോഗമാണ് എന്നെ വളരെ സന്തോഷിപ്പിച്ചത്. ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ സ്തോത്രം ചെയ്യാൻ എന്ത് വേണം? ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടു കൂടെ നമ്മളിൽ വസിക്കുക എന്നുള്ള, ക്രിസ്തുവിന്റെ വചനം ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായിട്ട് എന്നുള്ള, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി, എല്ലാ ഐശ്വര്യത്തോടും കൂടെ എന്ന് പറഞ്ഞാൽ, ഐശ്വര്യമായി എന്ന് പറഞ്ഞാൽ സമൃദ്ധമായി എന്നതിന്റെ അർത്ഥം. സമൃദ്ധമായി എല്ലാ ജ്ഞാനത്തോടും കൂടെ അതിന്റെ വചനത്തിന്റെ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വസിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് ഇവിടെയുള്ള ഒരാൾക്ക് സ്വന്തം വീട്ടിലുള്ള സ്വാതന്ത്ര്യത്തെയാണ്. അതുപോലെ സ്വന്തം വീട്ടിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യം. ക്രിസ്തുവിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകുക. ഇതെങ്ങനെ സാധിക്കും? അതാണ് 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും തമ്മിൽ പഠിപ്പിച്ചും, ദൈവം തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ
പാടിയും അഥവാ ദൈവവചനത്തിലെ സത്യങ്ങൾ ഗ്രഹിക്കുകയും ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുകയും ദൈവവചന സത്യങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ നന്ദി ഉണ്ടാകുന്ന എപ്പോഴാ? വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമ്പോഴാ. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ഇങ്ങനെ സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? അതാണ് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്താ? 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വാക്കിനാലോ ക്രിയാലോ എന്തു ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യാൻ കഴിയുന്നു. അതാണ് ദൈവത്തിന്റെ വചനം സകല ഐശ്വര്യത്തോടെ സകല ജ്ഞാനത്തോടും കൂടെ നമ്മൾ വസിക്കുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാക്കുകളും ക്രിയകളും എങ്ങനെയായിരിക്കും? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടായിരിക്കും. അവിടത്തേക്ക് ഹിതമുള്ളതായിരിക്കും, അവിടത്തേക്ക് പ്രസാദമുള്ളതായിരിക്കും, അവിടുത്തെ വചനപ്രകാരമായിരിക്കും. അങ്ങനെ ചെയ്തിട്ട് അവൻ മുഖാന്തരം ആർക്കാണ് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്? മുഖാന്തരം പിതാവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിപ്പീൻ. നിരന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്താ? കർത്താവിന്റെ കർത്തൃത്വത്തിന് അധികാരത്തിന് കീഴിൽ ജീവിച്ച് വാക്കും പ്രവൃത്തിയും അവിടുത്തെ അധികാരത്തിനും അവിടുത്തെ കർത്തൃത്വത്തിനും കീഴിൽ ആയിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ മുഖാന്തരം നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വായിൽ നിന്ന് വരണം, ഹൃദയത്തിൽ പോരാ. പലപ്പോഴും വലിയ നിശബ്ദതയാണ്. ആ നിശബ്ദത ആവശ്യമില്ല. നാം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പറയേണ്ടതാണ്. സ്തോത്രമെന്ന് യാഗം അർപ്പിക്കേണ്ടതാണ്. അല്ലെ, നമ്മൾ അംബാസഡർ വായിക്കുന്നുണ്ടല്ലോ, സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു. പിന്നെ 4-ാം അധ്യായത്തിലേക്ക് വരും. പിന്നെയും സ്തോത്രം നമ്മൾ കാണുന്നുണ്ട്. എന്താ? യജമാനന്മാരെ 2-ാം വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവർക്കാണ് സ്തോത്രത്തോടെ ജാഗരിക്കാനായിട്ട് ഉറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെ, ഹൃദയം ദൈവമുമ്പാകെ പകർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്തോത്രം ചെയ്യാനായിട്ട്. അങ്ങനെ 4 അധ്യായങ്ങളിലും ഒന്ന് നമുക്ക് ലഭിച്ച സ്ഥാനത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് 1-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങളിപ്പോ എവിടെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ സ്തോത്രം ചെയ്യണം. 2-ാമത്, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന നിങ്ങൾ കർത്താവിനോട് ചേർന്നുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, അതിന്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 3-ാം അധ്യായത്തിൽ കണ്ട് ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവവചനത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ക്രമീകരിച്ച് നിങ്ങൾ സ്തോത്രം ചെയ്യുക. 4-ാം അധ്യായത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുക. അപ്പോൾ പ്രാർത്ഥനയിൽ മാത്രമല്ല സ്തോത്രം ചെയ്യേണ്ടത്, എന്താ? പ്രവൃത്തിയിലും സ്തോത്രം ചെയ്യണം, പ്രവർത്തിക്കുമ്പോഴും സ്തോത്രം ചെയ്യണം, വാക്കിലും ക്രിയയിലും എന്ത് ചെയ്താലും സ്തോത്രത്തോടെ ചെയ്യണം എന്നാ പറഞ്ഞു. അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്യണം. അതുപോലെ തന്നെ പ്രവർത്തിക്കുമ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഞാനിത് വായിച്ചുകൊണ്ട് ഇതുപോലെ ഒരു സംഭവത്തെ വായിക്കാൻ ഇടയായി. 1860 സെപ്റ്റംബറിൽ നമുക്കറിയാം, ഇല്ലിനോയ്സിലെ മിച്ചിഗൻ തടാകത്തിൽ ഒരു വലിയ ബോട്ട് അപകടം ഉണ്ടായി. ലേഡി ഇലിഗിൻ എന്ന് പറയുന്ന ആ ഒരു ബോട്ട് അവിടെ മറിഞ്ഞു. അവിടെയുള്ള ആളുകളെല്ലാം അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം കൂടി ഈ ബോട്ടിൽ മറിഞ്ഞു വീണ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ആ വലിയ തണുപ്പുള്ള സമയമായിരുന്ന സമയത്ത് വെള്ളത്തിൽ ഇറങ്ങി രക്ഷിച്ചു. അപ്പോൾ അവിടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് സ്പെൻസർ എന്നാണ്. ഇദ്ദേഹം ചാടി ഈ ആളുകളെ രക്ഷിക്കാൻ കൂടി. 17 പേരെ അദ്ദേഹം രക്ഷിച്ചു. ഈ എഡ്വേർഡ് സ്പെൻസർ എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്ന വൈദിക വിദ്യാർത്ഥി ഇറങ്ങി 17 പേരെ രക്ഷിച്ചു. എന്നാൽ ഒരു കാര്യം സംഭവിച്ചു. അദ്ദേഹത്തിന് ഇവരെല്ലാം രക്ഷിച്ചപ്പോൾ അദ്ദേഹം ക്ഷീണിതനായിപ്പോയി. 1860 നോക്കണം. ഇന്നത്തെ പോലെയുള്ളതായ സൗകര്യങ്ങളൊന്നുള്ള സമയമല്ല. അദ്ദേഹം ക്ഷീണിതനായി കിടപ്പായിപ്പോയി. ഈ എഡ്വേർഡ് സ്പെൻസർ കിടപ്പായിപ്പോയി. ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഇദ്ദേഹത്തെ കാണാൻ അദ്ദേഹം രക്ഷിച്ച 17 പേരിൽ ആരും വന്നില്ല. എത്ര ദുഃഖകരമായിരുന്നു. അദ്ദേഹത്തെ നന്ദി പറയാനായിട്ട് ഈ 17 പേരിൽ ആരും വന്നില്ല. എത്ര ദുഃഖകരമായൊരു കാര്യമാണ്. അദ്ദേഹം എത്ര പേരെ പ്രതീക്ഷിച്ച് കാണും. അദ്ദേഹത്തിന്റെ ശരീരം ക്ഷയിച്ചതല്ല ഇവരെ രക്ഷിച്ചത് നിമിത്തമാണ്. അപ്പോൾ നന്ദിയുള്ളവരായിരിക്കുക.
അല്ലെ? കർത്താവ് തന്നെ ലൂക്കോസ് 17 പറയുന്നുണ്ടല്ലോ, ആ ശമരിയുടെ ഗ്രാമത്തിൽ നിന്ന് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയെങ്കിലും അന്യജാതിക്കാരെ മാത്രമേ നന്ദി പറയാൻ വന്നു. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ 10 പേരെയല്ലേ. കർത്താവ് കൃത്യം എണ്ണി എത്ര പേരെ സൗഖ്യമാക്കിയത്. എന്തിനാണ്? ഇവരിൽ എത്ര പേര് നന്ദി പറയാൻ വരുമെന്ന് കർത്താവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. കർത്താവ് ആ 10 പേരിൽ ഒരാൾ മാത്രമേ. അപ്പൊ നന്ദിയുള്ളവരായിരിക്കുക, അതിനുവേണ്ടി ശക്തിപ്പെടുക. ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്ന ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശക്തിയോടെ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം, അല്ലെ? സ്വാർത്ഥത ഇല്ലാത്തവർക്ക് മാത്രമേ നന്ദിയുള്ളവരായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെ? സ്വാർത്ഥതയുള്ളവർ പറയുന്നത് എന്താ? എനിക്ക് ലഭിക്കുന്നതൊക്കെ എനിക്ക് അർഹതപ്പെട്ടതാ, എനിക്ക് യോഗ്യതയുള്ളതാ, എനിക്ക് കിട്ടുന്നതൊക്കെ എനിക്ക് ലഭിക്കാൻ യോഗ്യതയുള്ളതാണ്. മാത്രമല്ല എല്ലാവരും എന്നെ സന്തോഷിപ്പിക്കണം എന്നാണ് സ്വാർത്ഥതയുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ ആത്മീയമായിട്ട് വളരുന്നവൻ എന്താ പറയുന്നത്? ദൈവം നൽകിയതല്ലാതെ ദൈവം നൽകിയതാണ് എൻ്റെ ഈ ജീവിതം. ഞാൻ അനുഭവിക്കുന്ന ഒക്കെ എന്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിന്റെ ആ കരുണയാലും അവിടുത്തെ ലഭിക്കുന്നതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം, അല്ലേ? നമുക്ക് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് എന്ത് ചെയ്തു? നമ്മളിവിടെ വായിക്കുന്ന വാക്യത്തിലേക്ക് മടങ്ങി വരാം. അപ്പം നമ്മൾ 4 കാര്യങ്ങൾക്ക് ശക്തിപ്പെടണം. ഒന്ന്, അത് നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, നമുക്ക് സഹിഷ്ണുതയ്ക്കായിട്ട് ശക്തിപ്പെടണം. 2, ദീർഘക്ഷമയ്ക്കായിട്ട് നാം ശക്തിപ്പെടണം. 3, സന്തോഷത്തോടെ ദീർഘക്ഷമയും സഹിഷ്ണുതയുള്ളവരായിരിക്കാൻ നാം ശക്തിപ്പെടണം. 4, സ്തോത്രം ചെയ്യുവാൻ നന്ദിയുള്ളവരായിരിക്കാൻ നാം ശക്തിപ്പെടണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ സ്തോത്രം ചെയ്യേണ്ടത്? നമ്മൾ കണ്ടു. നമുക്ക് ഇവിടെ പറയുന്ന വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തിപ്പെടുത്തി. പൗലോസ് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശം ഉണ്ട്. 2, ആ അവകാശത്തിനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തി. അതുകൊണ്ട് നാം സ്തോത്രം ചെയ്യണം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. വിശുദ്ധന്മാര് ആയി അവർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരായി തീർന്നു. അതുവരെ അവർ ഇരുട്ടിലായിരുന്നു, മുമ്പ് ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് ഇരുട്ടിന്റെ അധികാരത്തിൽ വിശുദ്ധന്മാരായി തീർന്നപ്പോൾ അവരുടെ അവകാശം മുമ്പേ ഇരുട്ടിലായിരുന്നു, ഇപ്പോൾ വെളിച്ചത്തിലുള്ള അവകാശമായി. അതിനായിട്ട് നമ്മെ പ്രാപ്തിപ്പെടുത്തി. ഈ പ്രാപ്തിപ്പെടുത്തി എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അതിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്തോത്രം ചെയ്യും. എന്താ കാര്യം? ഈ പ്രാപ്തി ദൈവം ദാനം ചെയ്തുകൊണ്ടാണ്. പൗലോസ് പറയുന്നത് ഈ പ്രാപ്തി ദൈവത്തിന് ദാനം. നമുക്ക് പ്രാപ്തി ദൈവം ദാനമായി തന്നുകൊണ്ടാണ് നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുന്നത്. എന്താ ഈ പ്രാപ്തി എന്ന് പറയുമ്പോൾ? എന്താ? ഹി ക്വാളിഫൈഡ് ആസ് ടു ബി ടു ദ ഇൻഹെറിറ്റൻസ് ഇൻ ദ ലൈഫ്. നമുക്ക് ഈ വെളിച്ചത്തിലുള്ള അവകാശത്തിനാൽ നമ്മളെ യോഗ്യതപ്പെടുത്തി. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ വൈഭവം കൊണ്ടല്ല, അവിടെ നിന്ന് യോഗ്യത നൽകി. ഇതിന്റെ ഒരു ഉദാഹരണം, ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ, ഇപ്പൊ ഒരു പാപിയായ മനുഷ്യനെ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു പാപിയായ മനുഷ്യനോട് ഒരു ദൂതം വന്ന് പറയുക, നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ട് കാണിക്കാം, നീ ഈ സ്വർഗം ഒന്ന് കണ്ടാലെങ്കിലും മാനസാന്തരപ്പെടുവോ, ഒന്ന് വിശ്വാസത്തേക്ക് വരുവോ ചെയ്യുമെന്ന് പറഞ്ഞ് ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകാന്ന് വെച്ചോ. പാപിയായ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴേ അവൻ പറയും, അയ്യോ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറയും. കാരണം എന്താണ്? അവന് സ്വർഗത്തിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിൽ പോകുവാനും അവിടെ നിൽക്കുവാനും ഇടയാകുന്ന എന്താ? ആ യോഗ്യത നമുക്ക് അവിടെ തന്നത് കൊണ്ടാ. അതുകൊണ്ട് നമ്മൾ സ്തോത്രം ചെയ്യണം, അല്ലെ? നമ്മൾ ഇവരെ പോലെ പാപികളായിരുന്നു. എന്നാൽ നമ്മുടെ എന്തെങ്കിലും മെച്ചം കൊണ്ടോ എന്തെങ്കിലും കഴിവുകൊണ്ടോ അല്ല, എന്തെങ്കിലും ഗുണം കൊണ്ടല്ല. ആ യോഗ്യത സ്വർഗത്തിൽ പോകുവാനും ദൈവത്തിന്റെ പുത്രന്റെ മണവാട്ടിയായിട്ട് അവിടെ ആയിരിക്കാനും ആ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് പങ്കുകാരായി തീരുവാനും ഇടയായത് ദൈവം തന്ന വലിയ യോഗ്യതയാണ്. നമ്മളെ അവൻ യോഗ്യതപ്പെടുത്തി. സാധാരണ നമുക്കറിയാം, ലോകത്തിലുള്ള ഏത് ഉദ്യോഗത്തിനാണെങ്കിലും യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, യോഗ്യതപ്പെടുത്തുകയാണ്. എന്നിട്ട് നമുക്ക് ആ യോഗ്യതയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഓർക്കുമ്പോൾ യോഗ്യതയുള്ളവരാക്കി നമ്മെ തീർത്തത് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും എന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം, അല്ലെ? നമുക്ക് ലഭിച്ച അവകാശം നാം പ്രാപിക്കും. നമുക്ക് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ളതായ അവകാശം.
ഈ അവകാശത്തിന്റെ പ്രത്യേകത എന്താണ്? നാം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവനിൽ നിന്ന് ക്രിസ്തുവിൽ നമുക്ക് അവകാശം ലഭിച്ചിരിക്കുക. നാം ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിന്റെ അവകാശികൾ. റോമലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നാം ദൈവത്തിന്റെ അവകാശികളും പിന്നെ ക്രിസ്തുവിന് കൂട്ടവകാശികളുമായിട്ട് തീർന്നിരിക്കുക. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് പത്രോസ് 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ടല്ലേ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായിട്ട് തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നോക്കുക, ഈ വീണ്ടും ജന ആണ് യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ഈ അവകാശം ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം അവകാശം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ നമുക്കറിയാം, പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ അവകാശം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ അവകാശമായിരുന്നു, ഭൗതിക അവകാശമായിരുന്നു. എന്നാൽ ദൈവമക്കളായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവകാശം എന്താണ്? ആത്മീയമായ അവകാശമാണ്. ഈ ഭൂമിയിലുള്ള അവകാശങ്ങളൊക്കെ താൽക്കാലികമാണ്. ഈ ഭൂമിയിലുള്ള അവകാശങ്ങളെല്ലാം അവസാനിക്കുന്നതാണ്. എന്നാൽ നമ്മളെ ആത്മീയ അവകാശമാക്കി നമ്മെ തീർത്തി. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്ന് മനസ്സിലാക്കണം. അവിടുത്തെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയും. നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങളാണ്, അവകാശമാണ് സ്വർഗത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളും അവിടെ നിറവേറ്റി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആത്മീയമായ പുരോഗതിയിലേക്ക്, ആത്മീയമായ ആ ക്രിസ്തുവിന്റെ തികവിന്റെ വളർച്ചയിലേക്ക് വളരുവാൻ ആവശ്യമായ കാര്യങ്ങൾ ദൈവശക്തിയുടെ നിറവിൽ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കർത്താവിന്റെ തികവിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ക്രിസ്തു അവിടുത്തെ തികവിനെ നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ കർത്താവിന്റെ തികവിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ഇതിന്റെ 13 മുതൽ അതിന്റെ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 20 വരെയുള്ള വാക്യങ്ങൾ ഈ കർത്താവിന്റെ തികവിനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ 13-14 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് യേശുക്രിസ്തു രക്ഷിതാവ് എന്ന നിലയ്ക്കുള്ള അവിടുത്തെ തികവാണ്. 13-14 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഫിലിപ്പേ, കൊലോസ്യർ 1-13-14 വാക്യങ്ങൾ. അവന് നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പോൾ രക്ഷിതാവെന്ന നിലയ്ക്ക് കർത്താവ് എന്താ ചെയ്തത് എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. 13-14 ഒന്നാമത്തെ കാര്യം എന്താ നമ്മൾ വായിക്കുന്നത്? നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, അല്ലേ? വലിയൊരു അപകടത്തിൽ നമ്മെ രക്ഷിച്ചു. നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തിരുന്ന വലിയൊരു അപകടത്തിലായിരുന്നു. നാം ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. നാം ഇരുട്ടിലായിരുന്നല്ല. പൗലോസ് എഫേസ്യയിൽ പറയുന്നു, നിങ്ങൾ മുമ്പ് ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം ഇരുട്ടിന്റെ സ്വഭാവമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം ഇരുട്ട് നമ്മളെ കീഴ്പ്പെടുത്തി. ഇരുട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പിശാചിനെയാണ്. പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു, പിശാചിന്റെ അധികാരത്തിലായിരുന്നു. പിശാച് ഒരിക്കലും നമ്മളെ ആ അധികാരത്തിൽ നിന്ന് വിടുവാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. ആ അധികാരത്തിന് കീഴിൽ അടച്ചു വെക്കാനായിട്ടായിരുന്നു പിശാച് എപ്പോഴും നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ആ അധികാരത്തിൽ നമ്മളെ വിടുവിച്ചു എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നമുക്ക് ന്യായവിധിയുടെ വാള് നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടന്നു. സാത്താന്റെ അധികാരത്തിലായിരുന്നു നമ്മള്. അവിടെ നമ്മെ വിടുവിച്ചു, നമ്മെ രക്ഷിച്ചു. ഈ ലോകത്തെ ഒരുതരം ദുഷ്ടാത്മാക്കൾ ഇങ്ങനെ നിയന്ത്രിച്ചു എന്നാണ് അന്നുള്ള ഈ ജ്ഞാനവാദികളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പൗലോസ് പറയാണ്, നിങ്ങൾ ഇനി അവിടെയല്ല, ആ ഇരുട്ടിന്റെ അധികാരത്തിലല്ല. നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല എവിടേക്കാ കൊണ്ടുവന്നിരിക്കുന്നു നോക്കിക്കേ? വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ
പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും. ഇപ്പോൾ നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നത്? സ്നേഹസ്വരൂപനായ പുത്രന്റെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇരുട്ടിന്റെ രാജ്യത്തിലായി നമ്മളെ ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വിടുന്നു. നമുക്കറിയാം, ഇവിടെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ജനങ്ങളെ മാറ്റുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചരിത്രം പറയുന്നത് അന്ത്യോക്യസ് എപ്പിഫാനസ് 2000 യഹൂദന്മാരെ ബാബിലോണിൽ നിന്ന് കൊലേസിയിൽ ഇറക്കി വിട്ടു എന്നാണ്. അപ്പൊ ഇറക്കി വിട്ടതിനെ കുറിച്ച് കൊലേസിയക്കാർക്ക് നന്നായിട്ട് അറിയും. അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് 2000 യഹൂദന്മാരെ അന്ത്യോക്യസ് എപ്പിഫാനസ് ബാബിലോണിൽ നിന്ന് കൊലേസിയിലേക്ക് ഇറക്കി വിട്ടു. അപ്പൊ അവർക്കറിയാം ഇത് പറയുമ്പോൾ എന്താണ് ഇറക്കി വിടുന്നതെന്നുള്ളത്. കർത്താവ് നമ്മെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ച് ലക്ഷ്യമില്ലാതെ വിടുകയല്ല, നമ്മളെ തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിൽ ആക്കി വെച്ചു. സാത്താന്റെ മേൽ നമുക്ക് വിജയം നൽകി. ലോകത്തിലെ രാജാക്കന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? പരാജയപ്പെട്ട ആളുകളെയാണ് ഒരു രാജ്യത്തെ കീഴടക്കി അവിടുത്തെ പരാജയപ്പെട്ട അടിമകളായാണ് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവന്ന് വിടുന്നത്. അവരുടെ രാജ്യത്തേക്ക് കൊണ്ട് നമുക്ക് റോമാക്കാരൊക്കെ പോയി ഓരോ രാജ്യത്ത് കീഴ്പ്പെടുത്തി അവിടുത്തെ അടിമകളെ കൊണ്ടുവന്ന് റോമിൽ കൊണ്ടുവന്ന് റോമിനെ സേവിക്കാൻ വേണ്ടി ആക്കും. അപ്പം തോൽക്കുന്നവരെയാണ് സാധാരണ ഈ ലോകത്തിലെ രാജാക്കന്മാരെ കൊണ്ട് അടിമകളാക്കി വെക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, വിജയികളെയാണ്. ഇരുട്ടിന്റെ മേൽ ജയം നേടിയ ഇരുട്ടിന്റെ അധികാരത്തിന് പിശാചിനെ തോൽപ്പിച്ച് നമ്മൾ ഇതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന പോലെ അവന്റെ ആയുധവർഗത്തെ അവിടുന്ന് 2:16 നമ്മൾ വായിക്കുന്ന പോലെ ആ ആയുധവർഗത്തെ തോൽപ്പിച്ച്, അല്ലേ, അവിടെ വായിക്കുന്ന നമ്മൾ ക്രൂശിൽ അവൻ വാഴ്ചകളെയും 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ജയോത്സവം ജയിച്ച് നമുക്ക് ജയം നേടി തന്ന് പിശാചിന്റെ മേൽ ജയം നേടി ജയിച്ചവരെ വിജയികളെയാണ് പിതാവിന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ട്. ഇവിടെ പുത്രന്റെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേര് ശ്രദ്ധിച്ചേ, സ്നേഹസ്വരൂപനായ പുത്രന്റെ, പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുക. എന്താ സ്നേഹം? പിതാവിന്റെ സ്നേഹം. പുത്രനെ നൽകി, നമുക്ക് പുത്രൻ നൽകി, പിതാവ് വലിയ വില നൽകി എന്നുള്ള കാര്യം ഓർപ്പിക്കാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പിതാവിന് നൽകിയ വില എന്താണ്? തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ചാണ് ഈ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് യേശു കർത്താവ് രക്ഷിതാവ്, സ്നേഹസ്വരൂപനായ രക്ഷിതാവ്. ഈ രാജ്യം സ്നേഹത്തിന്റെ രാജ്യമാണ്, അല്ലെ? ഈ രാജ്യം സ്നേഹത്തിന്റെ രാജ്യമാണ്. ഇവിടെ സ്നേഹത്തിന്റെ പ്രമാണമാണ്, മറ്റൊരു പ്രമാണം ഇവിടെ ഇല്ല. സ്നേഹത്തിലാണ് എല്ലാം ചെയ്യുന്നത്, അല്ലെ? പൗലോസ് പറയുന്നല്ലോ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. യോഹന്നാനോട് ചോദിക്കും, നീ വലിയ എന്നെ സ്നേഹിക്കുന്നു. സ്നേഹത്തിന്റെ രാജ്യമാണ്. മാത്രമല്ല ഇത് വെളിച്ചത്തിന്റെ രാജ്യമാണ്. ഇവിടെ ഇരുട്ടില്ല, പാവമില്ല, അന്ധകാരമില്ല, പൈശാചികമായ പ്രവർത്തനങ്ങളില്ല. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച കനാൻ നാടിൽ കർത്താവ് എത്തിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളെ ആ ഇരുട്ടിന്റെ അധികാരത്തെ പുറത്തിറക്കി നമ്മളെ സ്നേഹസ്വരൂപനായ രാജ്യത്തിന്റെ ഉള്ളിലാക്കി. ഇത് നമ്മളെ ഉള്ളിലാണ്, ആ രാജ്യത്തിനകത്താണ്. അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രമല്ല യേശുക്രിസ്തു രക്ഷിതാവെന്ന നിലയ്ക്ക് അടുത്തായിട്ട് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത് നോക്കിയാൽ നമുക്ക് നോക്കാം. അവനിൽ നമുക്ക് പാവമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് 1-ാം വാക്യത്തിരിക്കുകയാണ്, നമ്മുടെ വീണ്ടെടുത്ത രക്ഷിതാവ്, അല്ലെ? ഒരു വലിയ വില നൽകി നമ്മളെ വീണ്ടെടുത്തു. നമ്മളൊക്കെ ആ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. നമ്മുടെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ തടവുള്ളികളെ വീണ്ടെടുപ്പ് നൽകി മോചിപ്പിക്കുന്നതിനെയാണ്. കർത്താവ് തന്റെ ക്രൂശുമരണം മൂലം, പുനരുത്ഥാനം മൂലം ദൈവത്തിന്റെ പ്രമാണങ്ങൾ നിറവേറ്റി, അല്ലെ? പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. ന്യായപ്രമാണത്തിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. നാം ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ച് പാപം ചെയ്തുകൊണ്ട് സാത്താൻ അറിയാവുന്നതുകൊണ്ട് സാത്താൻ നമ്മെ അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു. നാം ദൈവത്തിന് ദൈവത്തിന്റെ പ്രമാണങ്ങളൊക്കെ ലംഘിച്ച് ദൈവത്തെ അകന്നു പോയപ്പോൾ സാത്താൻ നമ്മെ അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് തന്റെ വിലയേറിയ രക്തം, വീണ്ടെടുപ്പിലെ നമ്മൾ വായിക്കുന്ന പോലെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുപ്പിലയായി നൽകി നമ്മളെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. കർത്താവിലുള്ള വിശ്വാസം മൂലം നമ്മളെ സ്വാതന്ത്ര്യമാക്കപ്പെട്ടു. അപ്പൊ നമുക്ക് വീണ്ടെടുപ്പ്, പൂർണ്ണമായൊരു വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചിരിക്കുക.
അല്ലെ? നമ്മളെ പൂർണ്ണതയിലേക്ക്, വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയിലേക്ക്. ഇനി സാത്താന് നമ്മളെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് വിജയം നേടിയപ്പോൾ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. അല്ലെ? വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രത്യേകമായ പദവിയാണ് ദൈവത്തെ ആരാധിക്കുക. വീണ്ടെടുക്കപ്പെട്ടവരുടെ പദവിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന്റെ വചനം ഘോഷിക്കുക. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ വായിക്കുന്നത്? ഇങ്ങനെയാണ്, നമ്മൾ എങ്ങനെ വീണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കും. നമുക്ക് പാപമോചനം ലഭിച്ചിരിക്കുകയാണ്. അല്ലെ? എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ ഞായറാഴ്ച ഇതൊക്കെ ഓർക്കാറുണ്ട്. പാപത്തിന്റെ കടം മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. പാപത്തിന് കടം വീട്ടിയിരിക്കുകയാണ്. പാപത്തിന് വലിയ കടം നമുക്കുണ്ടായിരുന്നു. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി തന്റെ രാജ്യത്തിലാക്കി എന്ന് മാത്രമല്ല, നമ്മുടെ പാപത്തിന്റെ എല്ലാ കടത്തെയും നീക്കിക്കളഞ്ഞു. സാത്താൻ ഇനി നമുക്കൊരു അവകാശവാദവും പറയാനില്ല. പാപമോചനം ദൈവകൃപയുടെ പ്രവൃത്തിയാണ്. നാം പാപക്ഷമ അർഹിക്കുന്നവരായിരുന്നില്ല, അല്ലേ? എന്നാൽ പാപമോചനം നമുക്ക് പാപക്ഷമ ലഭിച്ചിരിക്കുകയാണ്. പാപത്തിന്റെ കടം വീടിയിരിക്കുകയാണ്. അതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്? പാപമോചനം ലഭിച്ചുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രയോജനം, നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ സാധ്യമാകുന്നു. പാപമോചനം ഇല്ലായിരുന്നപ്പോൾ, പാപത്തിലായിരുന്നപ്പോൾ നമുക്ക് ദൈവമായിട്ടൊരു കൂട്ടായ്മ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ, ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്ക് സാധിക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ കർത്താവിലൂടെ നമുക്ക് തന്നിരിക്കുന്ന പാപമോചനമാണ്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ദൈവകൃപ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പാപമോചനം മൂലം ഒന്നാമത് നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയിൽ ജീവിക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമുക്ക് ദൈവകൃപ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവൻ നയിപ്പാൻ ഈ പാപമോചനം നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല, ദൈവഹിതം അന്വേഷിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന്, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ നിറവിലേക്ക് വരുവാൻ, ദൈവത്തിന്റെ ഹിതത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ ഈ പാപമോചനം നമുക്ക് സാധിക്കാം. ഈ കാര്യങ്ങളൊക്കെ പാപമോചനത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അപ്പൊ പാപമോചനം ലഭിച്ചു, നമുക്ക് പാപത്തിന് കടം വീടി. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാളും വരുത്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനം ലഭിച്ചതുകൊണ്ട് എന്താ? ഇത് കർത്താവിനെ അനുസരിക്കാനുള്ള വലിയ പ്രോത്സാഹനമാണ്. കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട്, കർത്താവിന്റെ തികവിലേക്ക് വളരുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുകയാണ്. പാപമോചനം ലഭിച്ചിരിക്കുന്നു, പാപത്തിന് കടം വീട്ടിയിരിക്കുന്നു, സ്ഥാനീയമായി നാം വിശുദ്ധരായി തീർന്നിരിക്കുന്നു, നാം പൂർണ്ണരാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പാപമോചനം ലഭിച്ചുകൊണ്ടാ ഏത് സമയത്തും കർത്താവ് വന്ന് നമ്മളെ ചേർക്കാൻ കഴിയുന്നു, അല്ലെ? ഏത് സമയത്തും കർത്താവ് വന്ന് നമ്മൾ പോകും. എന്താ? നമ്മുടെ പാപങ്ങൾ മോചിച്ച് കിട്ടിയിരിക്കുന്നു, അല്ലെ? നമുക്ക് വിശുദ്ധി ലഭിച്ചിരിക്കുന്നു, നമുക്ക് ദൈവമക്കളായി തീരാൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏത് സമയത്തും ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മൾക്ക് പാപക്ഷമ ലഭിച്ചതുകൊണ്ട് ഏത് സമയത്തും നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ. അതുകൊണ്ട് ഏത് സമയത്തും കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് പോകാനായിട്ട് കഴിയുന്നതിന്റെ കാരണം എന്താണ്? ഈ പാപമോചനം ശ്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ? നമുക്ക് പാപക്ഷമ ലഭിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട്. എന്താ? നമുക്ക് ക്ഷമിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കണം, അല്ലേ? ഇതിന് 3-ാം അധ്യായത്തിൽ 13-ാം വാക്യം നമ്മൾ ആദ്യ ദിവസം ചിന്തിച്ചതാണ്. എന്താ? 3:13 എന്താണ് നമ്മൾ വായിക്കുന്നത്? ഒരുവനോട് ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും നമ്മുടെ പാപമെല്ലാം കർത്താവ് ക്ഷമിച്ചാൽ നമുക്ക് പാപക്ഷമ തന്നു, പാപമോചനം തന്നു. നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും എന്ത് ചെയ്യണം? ദീർഘക്ഷമ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് എന്തെങ്കിലും പരാതി ഉണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ കർത്താവും നമ്മൾ ക്ഷമിക്കണം, അല്ലേ? നമുക്കറിയാം, പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എത്ര വട്ടം ക്ഷമിക്കണം? അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞു? പത്രോസ് ചോദിച്ചു, 7 വട്ടം മതിയോ? നമ്മള് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21 മുതൽ 35 വരെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന് ചോദിക്കുകയാണ് പത്രോസ്, കർത്താവ് എന്റെ സഹോദരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? അപ്പൊ കർത്താവ് പറഞ്ഞു, പത്രോസ് 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു കർത്താവിനോട്. അപ്പം കർത്താവ് എന്നാ പറഞ്ഞു? നമുക്കറിയാം, 70 വട്ടം ക്ഷമിക്കണം. അപ്പം കർത്താവ് അതിനൊരു ഉപമയും പറഞ്ഞു, അല്ലെ? 10,000 താലന്ത് കടമുണ്ടായിരുന്ന ആളിന് യജമാനൻ എന്ത് ചെയ്തു? അത് ഇളച്ചു കൊടുത്തു. എന്നാൽ അവൻ എന്ത് ചെയ്തു? അവന്റെ ഒരു ദാസന്, അവൻ മറ്റൊരു കൂട്ടുദാസന് കടമുണ്ടായിരുന്നത് അത് ഇളച്ചു കൊടുക്കാതിരുന്നപ്പോൾ
ആ യജമാനൻ അത് കേട്ടു. അവനെ അവനെ ജനിപ്പിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്തു. കാരണം നമ്മളോട് ക്ഷമിച്ചു. കർത്താവോട് പറയുന്നുണ്ട്, നിങ്ങൾ ഹൃദയപൂർവ്വം അന്യോന്യം ക്ഷമിക്കാതിരുന്നാൽ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ പാപക്ഷമ നമുക്ക് ലഭിച്ചതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അല്ലെ. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചപ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥനയിലൊക്കെ കാര്യം പറയുന്നുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. അപ്പോൾ പാപക്ഷമ ലഭിച്ചവരായ, പാപമോചനം ലഭിച്ചവരായ നമുക്ക് അന്യോന്യം ക്ഷമിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ രക്ഷയുടെ കാര്യത്തിൽ യേശുക്രിസ്തു പൂർണ്ണനാണ്, അല്ലെങ്കിൽ മുൻപനാണ്, ഒന്നാം സ്ഥാനമാണ്. കർത്താവിന്റെ മഹത്വമാണ് ഇവിടെ. യേശു തന്റെ രക്തത്താൽ നമ്മെ രക്ഷിച്ചു. മോശയും ഇസ്രായേൽ മക്കളും ആട്ടുകൊറ്റന്റെ രക്തത്താലാണ് വിടുതൽ പ്രാപിച്ചു. നമുക്കറിയാം, താൽക്കാലികമായ വിടുതലായിരുന്നു. എന്നാൽ നമുക്ക് പൂർണ്ണ വിടുതൽ ലഭിച്ചിരിക്കുകയാണ്. പൂർണ്ണതയിലേക്ക്, വിടുതലിന്റെ പൂർണ്ണത. ഇനി വേറൊരു യാഗത്തിന്റെ ആവശ്യമില്ല. ഇസ്രായേൽ മക്കൾ ആ പെസഹ കുഞ്ഞാടിനാൽ വിടുതൽ പ്രാപിച്ചെങ്കിൽ അവർ പിന്നെയും അനേക യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ലാത്ത വിധം പൂർണ്ണ യാഗത്താൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ യാഗത്താൽ നമുക്ക് പൂർണ്ണ വിടുതൽ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടെടുപ്പിന്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണത ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലായിരിക്കാനും നമുക്ക് ആ കാര്യത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് വരുവാൻ, അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളോട് ക്ഷമിച്ച ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും ആ കർത്താവിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയേണ്ടതാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഈ അടുത്ത ഭാഗത്തേക്ക് വരാം. എന്താണ് നമ്മളവിടെ കാണുന്നത്? അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് 15-ാമത്തെ വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിയാതനും ആകുന്നു. ഇത് വളരെ ഒരു വലിയ വിഷയമാണ്. നമുക്ക് ദൈവം അനുവദിച്ച ഈ ഭാഗങ്ങള് വരുന്ന ആഴ്ചയിൽ ചിന്തിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇവിടെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തെ കർത്താവ് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. പ്രതിമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെളിപ്പെടുത്തി തന്ന കർത്താവ്. മാത്രമല്ല സർവ്വസൃഷ്ടിക്ക് മുമ്പേ ഉള്ളവനാണ്. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ദൈവം അനുവദിച്ചാൽ നമുക്ക് വരുന്ന ആഴ്ചയിൽ ചിന്തിച്ച് അവസാനിപ്പിക്കാം. നമുക്ക് കേട്ട കാര്യങ്ങൾ, നമുക്ക് ലഭിച്ച പദവി, നമുക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.